പ്രതിസന്ധിയുടെ മുൻപിൽ ഒരു ക്രിസ്തു ഭക്തൻ ദൈവത്തെ, ദൈവിക പ്രമാണത്തെ ത്യജിക്കാതെ തൻ്റെ നാവിൽ നിന്ന് വരുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളാണ്. അതൊരു കോൺഫിഡൻസ് വേർഡ്സാണ്. ധൈര്യം നൽകുന്ന, അല്ലെങ്കിൽ ധൈര്യം സ്വീകരിച്ചുകൊണ്ട് പറയുന്നൊരു പദമാണ്. പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാം ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്, ജാതീയ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിനെ, യെരൂശലേമിനെ, യെരൂശലേം ദേവാലയം ഉൾപ്പെടെ തകർത്തുകളെയും യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ആരാധനയർപ്പിക്കുന്ന ഉപകരണങ്ങൾ വരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയാണ്. ഇത് പറഞ്ഞാൽ ഒരു പ്രവാസത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. ആ പ്രവാസത്തിനകത്ത് നിൽക്കുന്ന സന്ദർഭത്തിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന, ഉരുവിടുന്ന പദം ഇങ്ങനെയാണ്: പ്രവാസത്തിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ചിലർ, കഷ്ടതയുടെ നടുവിലും ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചിലർ, വേദനാജനകമായ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കകത്തും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ചിലർ. ആമേൻ. അങ്ങനെ ജീവിക്കുന്നൊരു തലമുറ, പ്രവാസത്തിനകത്ത് കഷ്ടതയുടെ കയ്പുനീർ കുടിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിനകത്തും രാജകീയമായ നിലവാരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. 1-ാം അധ്യായമൊക്കെ നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന സന്ദർഭം അതാണ്. ദാനിയേൽ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ മുൻപിൽ രാജഭോജനം വച്ചു നീട്ടുമ്പോൾ ഇതെല്ലാം തിരസ്കരിക്കുന്നൊരു തലമുറ. എന്ന് പറഞ്ഞാൽ ലോകകരമായ പലതും തിരസ്കരിച്ചിട്ട് ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവിക പ്രമാണത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നൊരു തലമുറ. ആ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തോടെടുത്ത വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന ഒരു തലമുറ. ആ തലമുറയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ 3 വ്യക്തികൾ. ആ 3 വ്യക്തികളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന വലിയൊരു പ്രതിസന്ധി. ആമേൻ. ആ പ്രതിസന്ധിക്കകത്ത് ഭക്തന്മാർ ധീരതയോടെ പറയുന്ന പദങ്ങൾ, ഇതൊക്കെയാണ് നമുക്കെല്ലാവർക്കും ഈ സന്ദർഭമൊക്കെയും നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആഴത്തിലേക്കൊന്നും കടന്നു പോകാത്തത്. പക്ഷെ പ്രിയരെ, ആ വചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ഈ വചനം കൈമാറുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച, എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. പ്രിയരെ, വചനം പറയുന്നു, അവർ ആ ദേശത്തിൻ്റെ അധിപതികളായിരുന്നു. ആ ദേശത്തിൻ്റെ അധിപതികളായിരുന്നു. ആ ദേശത്തിൻ്റെ അധിപതികളായിരിക്കുമ്പോൾ തന്നെ രാജാവിനോട്, നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കുറച്ചു വ്യക്തികൾ, കൽദയർ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, കൽദയർ വന്ന് പറയുകയാണ്, നെബൂഖദ്നേസറെ, രാജാവിന് തത്തുല്യമായ രീതിയിൽ 60 മുഴം ഉയരമുള്ള 6 മുഴം വീതിയുള്ള രാജാവിൻ്റെ ബിംബമുണ്ടാക്കണം. ബിംബത്തിൻ്റെ മുൻപിൽ സകലരും വന്നു വണങ്ങി നമസ്കരിക്കണം. ആ ബിംബത്തെ നമസ്കരിക്കാത്തവരെ, ബിംബത്തെ നമസ്കരിക്കാത്തവരെ ഈ ദേശത്ത് വച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാത്തവർക്കൊരു നിലനിൽപ്പില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൽദയർ നെബൂഖദ്നേസരെ ധരിപ്പിക്കുകയാണ്. നെബൂഖദ്നേസർ അത് കേട്ടതും 60 മുഴം ഉയരമുള്ള 6 മുഴം വീതിയുള്ള രാജാവിൻ്റെ ബിംബത്തെ, നെബൂഖദ്നേസറിൻ്റെ ബിംബത്തെ ദേശത്ത് നാട്ടുന്നു. അതിനെ നമസ്കരിക്കണമെന്ന് ഒരു വിളംബരം കൊടുക്കുന്നു. ആ വിളംബരം കൊടുക്കുന്ന സമയത്ത് ആ ദേശത്തിൻ്റെ അകത്തളത്തിലുള്ള വ്യക്തികൾ ഓടി വന്ന് പറയുകയാണ്, രാജാവേ, സകലരും നിന്റെ ബിംബത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ ദേശത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നെബൂഖദ്നേസറിൻ്റെ റോയൽ വിങ്ങിൽപ്പെട്ട, അല്ലെങ്കിൽ റോയൽ ഒഫീഷ്യൽസായ, രാജകീയ ഉദ്യോഗസ്ഥന്മാരായ, രാജാവാണ് ദേശാധിപതികളായി അവരെ അപ്പോയിന്റ് ചെയ്തത്. ദേശത്തിൻ്റെ അധിപതികളായി സ്ഥാനം കൊടുത്ത നിന്റെ
രാജകീയമായ ലെവലിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 വ്യക്തികൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അമ്മ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ രാജാവിനോട് പറയുകയാണ്, ശദ്രക്, മേശക്, അബേദ്നെഗോ. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ആമേൻ. ഈ 3 വ്യക്തികൾ നീ വച്ച ബിംബത്തെ നമസ്കരിക്കുന്നില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിൽ, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, ജീവിതത്തിൻ്റെ നാമേ മുന്നിൽ വെളിപ്പെട്ടാൽ, നമ്മുടെ ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ, ദൈവത്തെ വിട്ടുപോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോകരുത്. ദൈവിക കൽപ്പന വിട്ടുപോകരുത്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ഇന്ന് പകൽ ഈ 21-ാം നൂറ്റാണ്ടിൽ, ആമേൻ, ഈ 5G യുഗത്തിനകത്ത് ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം ആമേൻ നാം കാണുന്ന മണ്ഡലത്തിലല്ല പ്രിയരെ, എത്രയോ മാമേ മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടും ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു പോകാതെ, ദൈവിക പ്രമാണത്തിൽ നിന്ന് അകന്നു പോകാതെ, അവരുടെ സ്വന്തം ജീവനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രതിസന്ധികൾ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധി ഇല്ലെന്നല്ല, മാനുഷികമായ പ്രതിസന്ധികൾ ഇല്ലെന്നല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ക്രൈസ്തവരെന്ന നിലയ്ക്ക് പെർസിക്യൂഷനുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആമേ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം ഏതെല്ലാം കാലഘട്ടങ്ങൾ മാറിയാൽ, ഏതെല്ലാം സാഹചര്യം മാറിയാൽ, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല, ദൈവിക വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെല്ലാം മാറിയാലും ഇന്ന് പകൽക്കാലം നീ മാറരുത്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പാടിയും പ്രാർത്ഥിച്ചും ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവർ. പക്ഷേ ഒരു കോവിഡൊക്കെ എന്ന് വന്നപ്പോൾ, ഒരു കോവിഡിൻ്റെ അലകൾ ഇങ്ങനെയൊക്കെ വന്നങ്ങ് പോയപ്പോൾ അവരാരാധന മറന്നു, പാട്ട് മറന്നു, സഭ മറന്നു, കൂട്ടായ്മ മറന്നു. ഇന്ന് ആരാധനയ്ക്ക് പോകാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. ഒരു ചെറിയൊരു കോവിഡ് വന്നപ്പോൾ അവരൊരു തക്കം പാത്ത് വീട്ടിനകത്ത് പതിയിരിക്കുന്നവരായി മാറിയപ്പോൾ കണ്ടോ, 3 യൗവനക്കാർ, 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, എന്തെന്നറിയാമോ, തല വയ്ക്കേണ്ടി വന്നിട്ട്, തല പോകുമെന്ന് ഉറപ്പായിട്ട് ദൈവം വച്ച വ്യവസ്ഥ വിട്ടുമാറിയില്ല. ഇന്ന് പകൽ കരമുയർത്തിപ്പറ, എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ ഈ ദൈവത്തെ വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ, ഒന്ന് സ്നേഹം അഭിനയിച്ച് കാണിക്കുമ്പോൾ, ഒന്ന് ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച എത്രയോ തലമുറകൾ ദൈവിക പ്രമാണം വിട്ടുപോകുന്നു, ദൈവിക വ്യവസ്ഥകൾ വിട്ടുപോകുന്നു, ദൈവിക കൽപ്പനകൾ വിട്ടുപോകുന്നു. അതിൻ്റെ നടുവിലാണ് ഈ വചനത്തിന് ആഴമേറിയൊരു ആത്മതലമുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം യൗവനക്കാരായ നിങ്ങളോട് ആത്മനിറവിൽ ഞാൻ പറയാം, 3 ബാലന്മാർ മരിക്കേണ്ടി വന്നിട്ട് പോലും, മരണം മുഖാമുഖമായി കാണേണ്ടി വന്നിട്ട് പോലും ദൈവിക പ്രമാണം വിട്ടു മാറിയില്ല. ഇന്ന് പകൽക്കാലം ഈ ലോകം കൊണ്ട് തീരുന്നൊരു ജീവിതത്തിനല്ല ദൈവം വിളിച്ചത്. ഇതിനപ്പുറം ദൈവം വച്ചൊരു പദ്ധതിയുണ്ട്.